ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര പ്രാധാന്യമുള്ള വീഡിയോ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഒരു സെയിൽ റിപ്പോർട്ടാണ്. അതായത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റ 25 വാഹനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ഈ ഒരു സെയിൽസ് ഫിഗറൊക്കെ ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നേട്ടമുള്ളൊരു കാര്യം തന്നെയാണ്, ഇഷ്ടപ്പെടുന്നൊരു കാര്യമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു കണ്ടൻറ്റ് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ ഒരുവിധം ചാനലിലൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ഞാൻ കാണാറുമുണ്ട്. അപ്പോൾ മലയാളത്തിൽ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഒരുപാട് അങ്ങനെ ആരും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതാണ്, വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹിന്ദിയിലൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ പോയി കാണാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഏകദേശം 25 വാഹനങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ എടുത്ത വാഹനങ്ങൾ കാണും, അല്ലെങ്കിൽ എടുക്കാൻ നിൽക്കുന്ന വാഹനങ്ങൾ കാണും. ഒരുപക്ഷെ നിങ്ങൾ എടുക്കാൻ നിൽക്കുന്ന വാഹനം ഈ ലിസ്റ്റിൽ കാണണമെന്നില്ല. അങ്ങനെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരും. അതായത് 25ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാഹനം വിറ്റേക്കുന്നത് 4489 യൂണിറ്റ് വാഹനങ്ങളാണ് വിറ്റേക്കുന്നത്, 25ാം സ്ഥാനത്തുള്ള വാഹനം. അപ്പോൾ 4000 യൂണിറ്റ് വിറ്റ വാഹനമൊന്നും ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുക്കാൻ നിൽക്കുന്ന വാഹനം ഈ ലിസ്റ്റിൽ ഇല്ലെന്ന് പറഞ്ഞാൽ മോശമാണെന്ന് ഞാൻ പറയില്ല. അപ്പോൾ 25ാം സ്ഥാനത്തേക്ക് നമുക്ക് വരാം. 25ാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ഐട്ടൺ നിയോസ് എന്ന വാഹനമാണ് നമുക്ക് 25ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 4489 യൂണിറ്റ് വാഹനങ്ങളാണ് ഗ്രാൻഡ് ഐട്ടൺ നിയോസിൻ്റെ അത് ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. മോശമല്ലാത്തൊരു ഫിഗർ തന്നെയാണ്. ആ ഒരു സെഗ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇഗ്നിസ് വേണമെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിൽ പെടുത്താൻ പറ്റും. ടിയാഗോ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വാഹനങ്ങളാണ് ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്. എൻട്രി ലെവലായിട്ട് പരിഗണിക്കാൻ പറ്റിയ ഒരു മോഡൽസാണ് അതൊക്കെ. അപ്പോൾ അത് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്ത് മാർക്കറ്റിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ 24ാം സ്ഥാനത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ടൊയോട്ടയുടെ ഒരു വാഹനമാണ് 24ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അർബൻ ക്രൂയിസർ ഹൈ റൈഡർ എന്ന വാഹനമാണ് നമുക്ക് 24ാം സ്ഥാനത്തുള്ളത്. ഏകദേശം 4770 യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം ടൊയോട്ട അർബൻ ക്രൂയിസറിൻ്റെ വാഹനം ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. അത് മോശമല്ലാത്തൊരു ഫിഗർ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു വെർഷനാണ് ഗ്രാൻഡ് വിറ്റാറ എന്ന് പറയുന്ന വാഹനം. അതൊരു 10,000-7,000 യൂണിറ്റോളം വാഹനങ്ങൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 5,000 യൂണിറ്റ് വരുന്നുണ്ട്. അപ്പോൾ 7 നമ്മൾ നോക്കി ഏകദേശം 12,000-13,000 റേഞ്ചിൽ ആ ഒരു വാഹനം വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ടൊയോട്ട എന്ന ബ്രാൻഡിങ്ങിലുള്ള ആ ഒരു ഗ്രാൻഡ് വിറ്റാറ ടൊയോട്ട എന്ന ബ്രാൻഡിങ്ങിലുള്ള ആ ഒരു ഹൈ റൈഡർ എന്ന വാഹനം 4770 യൂണിറ്റാണ് കഴിഞ്ഞ മാസം വിപണിയിൽ എത്തിച്ചത്. 23ാം സ്ഥാനത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് കർവ് എന്നതാണ് നമുക്ക് 23ാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹനം. അതിൻ്റെ EV വെർഷനോടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെയിൽസ് ഫിഗർ പറയുന്നത്. അതിൻ്റെ ഫിഗറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം 4994 യൂണിറ്റ് വാഹനങ്ങളാണ് കർവിൻ്റെത് കഴിഞ്ഞ മാസം വിപണിയിൽ എത്തിയത്. അതിന് മോശപ്പെട്ട ഒരു ഫിഗറാണെന്ന് ഞാൻ പറയുന്നില്ല. ഏകദേശം 5000 യൂണിറ്റോളം ആ ഒരു വാഹനം മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. മോശമല്ലാത്തൊരു പെർഫോമൻസോട് കൂടി തന്നെ ആ ഒരു വാഹനം മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. നമുക്കിനി 22ാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് ടിയാഗോയാണ് നമുക്ക് 22ാം സ്ഥാനത്ത് നിൽക്കുന്നൊരു വാഹനം. ടിയാഗോയുടെ EV വെർഷന് കൂടി കൂട്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സെയിൽസ് ഫിഗർ പറയുന്നത്. ഏകദേശം 5006 യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം ടിയാഗോയുടേത് ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. അത് ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഐട്ടൺ ആ ഒരു സെഗ്മെൻറ്റിലൊക്കെ പെടുത്താൻ പറ്റുന്നൊരു വാഹനമാണ്. അപ്പം ആ 5000 യൂണിറ്റ് എന്നുള്ളത് അത്ര മോശം ഫിഗറൊന്നുമല്ല. സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ ഉള്ള വാഹനമാണ്. പിന്നെ അതൊരു ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ ഉടനെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്നത്തേക്ക് വരുമെന്നുള്ളൊരു കാര്യം നമുക്ക് കൺഫേം അല്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3-4 വർഷമായി അതിൻ്റെ അപ്ഡേഷൻ പോലും വന്നിട്ട്. ഇപ്പോൾ ടിയാഗോ ആയാലും ടിഗോർ ആയാലും വലിയ അപ്ഡേഷൻസോ കാര്യങ്ങളൊന്നും ഈ ഒരു അടുത്ത സമയത്തൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇനി നമുക്ക് അടുത്തൊരു വാഹനത്തിലേക്ക് പോകാം. അടുത്ത വാഹനം 21ാം സ്ഥാനത്ത് നിൽക്കുന്നത് എക്സ്റ്റർ എന്നതാണ് നമുക്ക് അടുത്ത വരുന്ന വാഹനം. 21ാം സ്ഥാനത്ത് നിന്ന് എക്സ്റ്റർ എന്ന വാഹനം ഏകദേശം 5270 യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം വിപണിയിൽ എത്തിച്ചത്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ പഞ്ച് എന്നതാണ് ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. പഞ്ചിൻ്റെ ഒരു സെയിൽസ് ഫിഗർ വെച്ച് നമ്മൾ എക്സ്റ്ററിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചിൻ്റെ ഈ ഒരു എക്സ്റ്ററിനെയും കാട്ടി ഇരട്ടിയിൽ കൂടുതൽ വാഹനങ്ങൾ പഞ്ചിൻ്റെത് വിപണിയിൽ എത്തുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എക്സ്റ്ററിൻ്റെ ഒരു സെയിൽസ് കുറവാണെന്ന് തന്നെ ഞാൻ പറയാം. കാര്യം എക്സ്റ്ററിൽ നമ്മൾ നോക്കിയാൽ 5270 യൂണിറ്റ് മാത്രമാണ് എക്സ്റ്ററിൻ്റെത് വിപണിയിൽ എത്തിയിട്ടുള്ളത്. 21ാം സ്ഥാനമാണ് എക്സ്റ്ററിന്. ഇനി 20ാം സ്ഥാനത്തേക്ക് നമ്മൾ പോയിക്കഴിഞ്ഞാൽ ബൊലേറോ സീരീസാണ് നമുക്ക് 20ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 5921 യൂണിറ്റ് വാഹനങ്ങളാണ് ബൊലേറോ സീരീസിൻ്റെത് വിപണിയിൽ എത്തിയത്. ബൊലേറോ നിയോ പ്ലസ് എന്നിങ്ങനെയുള്ള മോഡൽസൊക്കെ നമുക്ക് അത് ആ ഒരു എന്താ പറയുക ആ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. മോശമില്ലാത്ത രീതിയിൽ
ഒരു സെയിൽസ് ഫിഗറോട് കൂടി ബൊലേറോ എന്ന വാഹനം മുന്നോട്ട് പോകുന്നുണ്ട്. 19ാം സ്ഥാനത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ XUV 3XO എന്നതാണ് 19ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാഹനം. കറക്റ്റ് 7000 യൂണിറ്റ് വാഹനങ്ങളാണ് 3XOടെ കഴിഞ്ഞ മാസം വിപണിയിൽ എത്തിയത്. 12ാം സ്ഥാനത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാരയാണ് 18ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 7093 യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം ഗ്രാൻഡ് വിറ്റാരയുടേത് ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. 18ാം സ്ഥാനമാണ് ഗ്രാൻഡ് വിറ്റാരയ്ക്കുള്ളത്. നമ്മൾ 17ാം സ്ഥാനത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ XUV 700 ആണ് നമുക്ക് 17ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 7337 യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം XUV 700 ഇന്ത്യൻ വിപണിയിൽ നമുക്ക് എത്തിയത്. 16ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാഹനം ഓൾട്ടോ K10 എന്നതാണ്. 16ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാഹനം. ഏകദേശം നമ്മൾ അതിൻ്റെ ഒരു സെയിൽസ് ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 7410 യൂണിറ്റ് വാഹനങ്ങളാണ് ഓൾട്ടോ K10ൻ്റെത് കഴിഞ്ഞ മാസം വിപണിയിൽ എത്തിയത്. 16ാം സ്ഥാനമാണ് K10 എന്ന വാഹനത്തിന് ഉള്ളത്. 15ാം സ്ഥാനത്തുള്ളത് താർ സീരീസാണ് നമുക്ക് 15ാം സ്ഥാനം നിൽക്കുന്നത്. ഇപ്പോൾ താറിൻ്റെ ഒരു സെയിൽസ് ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താർ വരുന്നുണ്ട്, അതിനുള്ളിൽ താർ റോക്സ് എന്ന വാഹനം വരുന്നുണ്ട്. ഏകദേശം 7659 യൂണിറ്റ് വാഹനങ്ങളാണ് താർ സീരീസിൻ്റെത് കഴിഞ്ഞ മാസം വിപണിയിൽ എത്തിയത്. നമ്മൾ 14ാം സ്ഥാനത്തേക്ക് നമ്മൾ പോയിക്കഴിഞ്ഞാൽ ബെലേനോ എന്നതാണ് നമുക്ക് 14ാം സ്ഥാനം നിൽക്കുന്ന ഒരു വാഹനം. ഏകദേശം 9112 യൂണിറ്റ് വാഹനങ്ങളാണ് ബെലേനോ എന്ന വാഹനത്തിൻ്റെ വിപണിയിൽ എത്തിയത്. 9112, അതായത് ഒരു 10,000 യൂണിറ്റിനെ അടുപ്പിച്ച് ബെലേനോ എന്ന വാഹനം വിപണിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ 13ാം സ്ഥാനത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇന്നോവ സീരീസാണ് നമുക്ക് 13ാം സ്ഥാനത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം 9700 യൂണിറ്റ് വാഹനങ്ങളാണ് ഇന്നോവ സീരീസിൻ്റെത് വിപണിയിൽ എത്തിയത്. 9700 എന്ന് പറയുന്നത് ആ ഒരു ഇന്നോവ സീരീസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഫിഗറല്ല. കാര്യം ഒരു 10,000 യൂണിറ്റിനടുത്ത് വാഹനങ്ങളാണ് ആ ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു ഇന്നോവ എന്ന വാഹനം വിറ്റേക്കുന്നത്. കാര്യം പല വാഹനങ്ങളും, ചെറിയ വാഹനങ്ങൾ പോലും 1000-2000 യൂണിറ്റുകൾ എത്താൻ കിടന്ന് പാടുപെടുന്ന സമയത്താണ് ഇന്നോവ എന്ന ആ ഒരു വാഹനം ഇത്രത്തോളം ഒരു 9700 യൂണിറ്റ് വാഹനങ്ങൾ വിറ്റ് 13ാം സ്ഥാനത്ത് നിൽക്കുന്നത്. മോശമല്ലാത്തൊരു ഫിഗർ തന്നെയാണ്. പിന്നെ ആ ഒരു വാഹനത്തിന് കിട്ടുന്ന ഒരു കംഫർട്ടോ കാര്യങ്ങളോ ഒന്നും മറ്റൊരു വാഹനവും ഓഫർ ചെയ്യുന്നില്ല. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമുക്ക് 12ാം സ്ഥാനത്തേക്ക് നമ്മൾ പോയിക്കഴിഞ്ഞാൽ വെന്യൂ എന്നതാണ് നമുക്ക് 12ാം സ്ഥാനം നിൽക്കുന്ന വാഹനം. ഏകദേശം 10625 യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം വെന്യൂ എന്നതിൻ്റെ ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. അപ്പോൾ ഈ വർഷം നമുക്ക് അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാത്രവുമല്ല നമുക്ക് ആ ഒരു വാഹനം നമുക്ക് ഡീസൽ ഓപ്ഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. 10625 യൂണിറ്റ് വാഹനങ്ങളാണ് വെന്യൂവിൻ്റെത് വിപണിയിൽ എത്തിയത്. ഇനി നമ്മൾ 11ാം സ്ഥാനത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്വിഫ്റ്റ് എന്നതാണ് നമുക്ക് 11ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന വാഹനം. 10421 യൂണിറ്റ് വാഹനങ്ങളാണ് സ്വിഫ്റ്റിൻ്റെത് കഴിഞ്ഞ മാസം വിപണിയിൽ എത്തിയത്. 10421 വാഹനങ്ങളാണ് വിപണിയിൽ എത്തിയത്. അപ്പം പണ്ടൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 1ാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെയിൽസൊക്കെ ഒരുപാട് പുറകിലേക്ക് വന്നിട്ടുണ്ട്. സ്വിഫ്റ്റിൻ്റെത് ആ ഒരു എഞ്ചിൻ ഓപ്ഷനൊക്കെ മാറി 4 സിലിണ്ടറിൽ നിന്ന് 3 സിലിണ്ടറിലേക്ക് വന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസ് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ ഒരു സ്വിഫ്റ്റ് എന്ന വാഹനത്തിൻ്റെ സെയിൽസ് ഫിഗർ ഇത്രത്തോളം പുറകിലേക്ക് പോകാനുള്ളൊരു കാര്യം. 10ാം സ്ഥാനത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മാരുതി സുസുക്കി ഫ്രോൺസ് എന്നതാണ് 10ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാഹനം. 10752 യൂണിറ്റ് വാഹനങ്ങളാണ് ഫ്രോൺസിൻ്റെത് കഴിഞ്ഞ മാസം ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. 10752 എന്ന് പറയുന്നത് ചെറിയൊരു ഫിഗറല്ല, വളരെ മികച്ചൊരു ഫിഗർ തന്നെയാണ്. ഫ്രോൺസ് എന്ന വാഹനം കൈവരിച്ചത് 10ാം സ്ഥാനത്താണ്. 9ാം സ്ഥാനത്തേക്ക് വരുന്നു കഴിഞ്ഞാൽ ഈക്കോ എന്നതാണ് 9ാം സ്ഥാനത്തുള്ളൊരു വാഹനം. 11678 യൂണിറ്റ് വാഹനങ്ങളാണ് ഈക്കോയുടേത് കഴിഞ്ഞ മാസം വിപണിയിൽ എത്തിയത്. ഈക്കോയെ സംബന്ധിച്ചിടത്തോളം ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ഈക്കോ എന്ന് പറയുന്നത്. സ്പേഷ്യസ് ആണ് വാഹനം. 7 സീറ്റർ നമുക്ക് അവൈലബിൾ ആണ്, 5 സീറ്റർ നമുക്ക് അവൈലബിൾ ആണ്, CNG അവൈലബിൾ ആണ്. നല്ലൊരു സ്പേസ് വരുന്നുണ്ട്. വലിയ വാഹനമാണ്. സ്കൂൾ യാത്രകൾക്ക് പറ്റുന്നുണ്ട്, ലോഡ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പർപ്പസുകൾ മീറ്റ് ചെയ്യുന്നൊരു വാഹനമാണ് ഈക്കോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വാഹനം അത്രത്തോളം നമുക്ക് സെയിൽസിന് മുന്നിട്ട് നിൽക്കുന്നത്. പ്രൈസ് നമുക്ക് അഫോർഡബിൾ ആണ്. 8ാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് സ്കോർപിയോ സീരീസാണ് 8ാം സ്ഥാനം. 12195 യൂണിറ്റ് വാഹനങ്ങളാണ് സ്കോർപിയോ സീരീസിൻ്റെത് കഴിഞ്ഞ മാസം ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. 8ാം സ്ഥാനത്താണ് സ്കോർപിയോ നിൽക്കുന്നത്. നല്ലൊരു ഫിഗർ തന്നെയാണ്. സ്കോർപിയോ ക്ലാസിക് വരുന്നുണ്ട്, സ്കോർപിയോ N നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ലാസിക് എന്ന വാഹനം ആരും ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്കോർപിയോ N എന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. 7ാം സ്ഥാനത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ക്രെറ്റ എന്നതാണ് നമുക്ക് ഹ്യൂണ്ടായി ക്രെറ്റ എന്നതാണ് നമുക്ക് 7ാം സ്ഥാനത്ത് വരുന്ന ഒരു വാഹനം. 12608 യൂണിറ്റ് വാഹനങ്ങളാണ് ഹ്യൂണ്ടായി ക്രെറ്റയുടേത് കഴിഞ്ഞ മാസം വിപണിയിൽ എത്തിയത്. അപ്പോൾ ആ ഒരു ക്രെറ്റ എന്ന വാഹനവും നമുക്ക് ചില സമയങ്ങളിൽ 1ാം സ്ഥാനത്ത് വരാറുണ്ട്. ആ ഒരു SUV സെഗ്മെൻറ്റിൽ 1ാം സ്ഥാനത്ത് നിൽക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പ് 10-നുള്ളിൽ എപ്പോഴും കാണുന്നൊരു വാഹനം തന്നെയാണ് ഹ്യൂണ്ടായി ക്രെറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു EV ലോഞ്ച്, EVയുടെ ലോഞ്ചിങ് ഡേറ്റും ഒക്കെ കൺഫേം ആയിട്ടുണ്ട്. ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. വാഹനം വരുന്നതിനനുസരിച്ച് ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിടുന്നതായിരിക്കും.
6ാം സ്ഥാനത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് ടാറ്റ നെക്സോൺ എന്നതാണ് നമുക്ക് 6ാം സ്ഥാനം നിൽക്കുന്നത്. ഏകദേശം 13,536 യൂണിറ്റ് വാഹനങ്ങളാണ് ടാറ്റ നെക്സോണിൻ്റെത് കഴിഞ്ഞ മാസം ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. 5ാം സ്ഥാനത്തേക്ക് നിൽക്കുന്ന വാഹനം ടാറ്റ പഞ്ച് എന്നതാണ്. 15,073 വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം ടാറ്റ പഞ്ചിൻ്റെത് ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. 4ാം സ്ഥാനം നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കി എർട്ടിഗയാണ് 4ാം സ്ഥാനത്തുള്ളത്. 16,056 യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം എർട്ടിഗയുടേത് ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. 3ാം സ്ഥാനം നിൽക്കുന്ന വാഹനം ഡിസയർ എന്നതാണ് 3ാം സ്ഥാനം നിൽക്കുന്നത്. 16,573 യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം ഡിസയറിൻ്റെത് ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. അപ്പോൾ ഡിസയർ ഞാൻ പ്രതീക്ഷിച്ചതാണ്, ഞാൻ നമ്പർ 1 ആവുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ ഡിസൈറിൻ്റെ സ്ഥാനം 3ാം സ്ഥാനമാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാര്യം മികച്ചൊരു വാഹനമാണ്, 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയപ്പോൾ മാരുതിയുടെ വാഹനം ഒന്നാമതേ സെയിൽസാണ്. അതിനോട് ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പിന്നെ അതിൻ്റെ പുറകെ തന്നെ ആയിരിക്കും. അത് കൺഫേം ഉള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത മാസം അറിയാം നമ്മൾ അമേസ് എത്ര വാഹനങ്ങൾ വിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത മാസം നോക്കണം. കാരണം ഡിസൈർ 16,000 വാഹനമാണ് വിറ്റത്. അമേസ് എന്ന ആ ഒരു വാഹനം ഒരു 5,000 എങ്കിലും വിറ്റില്ല എന്നുണ്ടെങ്കിൽ ഹോണ്ട എന്ന ബ്രാൻഡിന് ക്ഷീണം തന്നെയാണ്. കാര്യം ഒരുപാട് പിറകിലാണ് ഹോണ്ട എന്ന ബ്രാൻഡ്. നമ്മളിപ്പോൾ ഇത്രയും കണക്കെടുത്താൽ ഹോണ്ടയുടെ ഒരു വാഹനം പോലും നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ കണ്ടില്ല. 2ാം സ്ഥാനം നിൽക്കുന്നത് മാരുതി സുസുക്കി വാഗണോർ എന്നതാണ്. 2ാം സ്ഥാനം നിൽക്കുന്ന ഒരു വാഹനം 17,303 യൂണിറ്റ് വാഹനങ്ങളാണ് വാഗണോറിൻ്റെത് ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. ഇപ്പോഴും ഈ ഒരു സെഗ്മെൻറ്റിൽ അജയനായിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ് നമുക്ക് ഈ കിടക്കുന്ന വാഗണോർ എന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അത്രത്തോളം കംഫർട്ട് തരുന്നൊരു വാഹനമാണിത്. നമ്മൾ 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്. 1 ലിറ്ററും വരുന്നുണ്ട്, 1.2 ലിറ്റർ നമുക്ക് ആ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഹൈറ്റ് വരുന്നുണ്ട്, സ്പേസ് വരുന്നുണ്ട്, മൈലേജ് വരുന്നുണ്ട്, ഡ്രൈവിംഗ് കംഫർട്ട് തരുന്നുണ്ട്. എന്താ ഒരു ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ് തരുന്നത്. അത്രത്തോളം നമുക്കൊരു ധൈര്യം കിട്ടും നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു SUV ഇരുന്ന് പോകുന്നൊരു ഫീല് വരുന്നുണ്ട്. അതുപോലെ പ്രായമുള്ളവർക്ക് കയറാനും ഇറങ്ങാനും എളുപ്പമാണ്. ഒരുപാട് പ്രത്യേകതകൾ വരുന്നൊരു വാഹനമാണ് ഈ കിടക്കുന്ന വാഗണോർ എന്നുള്ളത്. അപ്പോൾ സേഫ്റ്റിയിലേക്ക് പോയി കഴിഞ്ഞാലും ഓക്കെ, അത് വിട്ടേരെ. ഇപ്പോൾ സേഫ്റ്റി നോക്കിയിട്ടൊന്നും അല്ല ആരും ഇന്നത്തെ കാലത്ത് വണ്ടി എടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാരുതിയിൽ ഒരു വാഹനം പോലും വിറ്റ് പോകത്തില്ല. ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ടാറ്റയും അങ്ങനെയുള്ള ഫോക്സ്വാഗൺ സ്കോഡയൊക്കെ ആയിരുന്നു കാണും. അങ്ങനെ നോക്കിയാൽ ആരും വണ്ടി ഇടുക. അപ്പോൾ അത് വിട്ടുതരാം. അപ്പോൾ വാഗണോർ അങ്ങനെ അജയനായിട്ട് നിൽക്കുന്നു. 17,303 വാഹനങ്ങൾ വിറ്റ്. 1ാം സ്ഥാനം നിൽക്കുന്നത് മാരുതി സുസുക്കി ബ്രസയാണ്. 17,336 യൂണിറ്റ് വാഹനങ്ങളാണ് ബ്രസയുടേത് കഴിഞ്ഞ മാസം ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. 1ാം സ്ഥാനത്താണ് ബ്രസ നിൽക്കുന്നത്. ചില സമയത്ത് നെക്സോൺ വരാറുണ്ട്, ചില സമയത്ത് ക്രെറ്റ വരാറുണ്ട്, ചില സമയത്ത് ബ്രസ വരാറുണ്ട്. അങ്ങനെ മാറിയും തിരിഞ്ഞു വെക്കാണ് ആ ഒരു 1ാം സ്ഥാനം നിൽക്കുന്നത്. അത് മാത്രമല്ല, അപ്പോൾ നമ്മളൊരു SUVയുടെ ഒരു കണക്കെടുത്താൽ ടോപ്പ് 10 ലിസ്റ്റിൽ SUV കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസയാണ് നമുക്ക് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റ SUV വാഹനം. ഏറ്റവും കൂടുതൽ വിൽപ്പന നേടിയിരിക്കുന്ന ഒരു വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെയും ഉത്തരം ബ്രസ തന്നെയാണ്. 1ാം സ്ഥാനത്ത് 17,336 വാഹനങ്ങളാണ് ആ ഒരു ബ്രാൻഡ് വിറ്റത്. മാരുതി എന്ന ബ്രാൻഡ് ബ്രസയുടേത് വിറ്റത്. അപ്പോൾ വേറെ ഒന്നും ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം വരും. അത് നമ്മളെല്ലാ കൂട്ടുകാർക്കും ബൈ.